വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ജനുവരി 22-ന് നടക്കുന്ന രാമജന്മഭൂമിയിലെ പ്രതിഷ്ഠ അയോധ്യ ഗ്രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല. കോൺഗ്രസിൽ നിന്ന് 3 പേർക്കായിരുന്നു ക്ഷണം. സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, അധീർ രഞ്ജൻ ചൗധരി 3 പേരും ആ ചടങ്ങിൽ പങ്കെടുക്കില്ല. കാരണം വിശ്വാസം അത് വ്യക്തിപരമാണ്. പക്ഷേ ആ വിശ്വാസത്തിൽ രാഷ്ട്രീയം കലർത്തുകയാണ് BJP എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തീരുമാനം കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. കേരളത്തിലെ സാഹചര്യം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അമൽ തേനമ്പറമ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, നോക്കൂ, പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കേരളത്തിലെ നേതാക്കളിൽ നമ്മൾ കേട്ടു. ആദ്യം മാധ്യമങ്ങളിൽ ചോദ്യം ചോദിച്ചത് VD സതീഷിനോടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പ്രയാസപ്പെടുന്ന, മറുപടി പറയാൻ കഷ്ടപ്പെടുന്ന പ്രതിപക്ഷ നേതാവിനെ. അത് കഴിഞ്ഞ് K മുരളീധരൻ ഒന്ന് പറയുന്നു, K സുധാകരൻ ഒന്ന് പറയുന്നു, ശശി തരൂർ മറ്റൊന്ന് പറയുന്നു. വലിയ പ്രയാസപ്പെട്ടിരുന്നു കേരളത്തിലെ നേതാക്കൾ ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയാൻ. അവസാനം പരസ്യ പ്രതികരണം പാടില്ല എന്ന് പറയേണ്ടി വന്നു. AICC തീരുമാനിക്കും, ഹൈക്കമാൻഡ് പറയുമെന്ന നിലപാട് സ്വീകരിക്കേണ്ടി വന്നു. ഇനി ആ പ്രയാസം ഇല്ല നേതാക്കൾക്ക് കേരളത്തിലെ. കേരളത്തിലെ നേതാക്കൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു തീരുമാനത്തിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം. പ്രത്യേകിച്ചും ഈ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതാക്കൾ പങ്കെടുത്തിരുന്നുവെങ്കിൽ അത് ആളുകളോട് വിശദീകരിക്കാൻ, പ്രവർത്തകരോട് വിശദീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ബുദ്ധിമുട്ടുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. പ്രത്യേകിച്ചും ലീഗ് അടക്കമുള്ളവർ, ലീഗൊക്കെ ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ വളരെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാത്ത പക്വതയുള്ള നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമാണ്, വിശ്വാസത്തിന്റെ വിഷയമാണ്, അവർക്ക് തീരുമാനിക്കാം എന്നുള്ള നിലപാടാണ് ലീഗ് പറഞ്ഞിരുന്നത്. പക്ഷേ ലീഗ് അണികളിൽ പോലും വലിയ തോതിലുള്ള, കോൺഗ്രസിന്റെ അണികളിൽ പോലും വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് എങ്കിൽ അത് വലിയ ദുർവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്ന ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ടായിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള ഒരു മതചടങ്ങിൽ കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ മതേതരത്വം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന, അതുമായി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ, അതും സോണിയാഗാന്ധി, അതോടൊപ്പം തന്നെ മല്ലികാർജുന ഖാർഗെ, അധീർ രഞ്ജൻ ചൗധരി, ഇവർ 3 പേരും പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്നുള്ള തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടേനെ. ഇവിടെ ഒരു ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കുന്ന നിലപാട് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഒരുപക്ഷെ അത് സ്വീകരിച്ചു പോയാൽ ലാഭം ഉണ്ടായേക്കാം. പക്ഷേ കേരളത്തിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. പ്രത്യേകിച്ചും കേരളത്തിലെ നേതാക്കൾ രക്ഷപ്പെട്ടു, അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം പലതരത്തിലുള്ള പ്രതികരണങ്ങളിൽ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രയാസപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. ഓരോരുത്തരും ഓരോ നിലപാട് പറയുന്ന അവസാനം പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക് വരെ വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കോൺഗ്രസ് ശക്തമായ, ഉറച്ച ഒരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുകയാണ്. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസിൽ നിന്ന് ആരും പങ്കെടുക്കില്ല എന്നുള്ള ശക്തമായ നിലപാട്.